നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിഷ്ണു, അജോ പിടിച്ചേ, പിടിക്ക. അയ്യോ മോളെ പ്രീതി, വിഷ്ണു പെട്ടെന്ന് വിട്ട. വിഷ്ണു വിഷ്ണു പെട്ടെന്ന് വാ വെളിയിലേക്ക്. വേഗം കൊണ്ടുപോ. അയ്യോ സത്യമാ, എടാ എന്തോ ആയടാ? അയ്യോ എന്താടാ? എന്താ മക്കളെ? എന്താടാ പ്രീതിക്ക്? ഇവളിതെവിടെ പോന്നു? ഇവിടെ കിടത്ത്, കിടത്ത. അജു പിടിച്ചോണേ. പ്രീതി, പ്രീതി മക്കളെ, മോളെ. എടാ പ്രീതിക്ക്, പ്രീതിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ. എടാ മക്കളെ, എടാ തീയോ? തീ പ്രീതിയുടെ ബെഡിനടുത്ത് എത്തിയില്ല അച്ഛാ. അവിടെ ജനലിന്റെ കർട്ടനാ കത്തിയത്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ? ഇല്ല. ടൈമിംഗ് അല്പം പിഴച്ചു. ആ മാരണങ്ങൾക്ക് കയറി വരാൻ കണ്ട സമയം, അല്ലെങ്കിൽ പ്രീതിയെ തൂത്തുവാരി എടുക്കാമായിരുന്നു. ഓ, അവളൊരു കൃതഹസ്ഥയായ വീട്ടമ്മ. ഇറക്കി വിട്ടാലും പോവില്ല, നാശം. ശാലിനി, കിടന്ന് കത്തുന്നത് കാണാൻ പറ്റിയില്ല, എന്നാ നിന്ന് കത്തുന്ന ഒന്ന് കാണാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്കൊരു സംശയമുണ്ട് ആന്റി. ടേബിളിലോ ജനലിലോ എവിടെയാ മെഴുകുതിരി വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞല്ലോ. നമ്മൾ എല്ലാരും ഇവിടെ ആയിരുന്നു. അതിനിടയിൽ പ്രീതിയുടെ റൂമിലെ കർട്ടൻ കത്തി. അത് ശാലിനിയും വിഷ്ണുട്ടിനും മാത്രം കണ്ടത്. അതെങ്ങനെയാ? അതും പുറത്തുള്ളവര്. ആന്റി, എവിടെയും ഗതി പിടിക്കാതെ വന്നപ്പോ ചിലരിവിടെ സഹതാപ തരംഗം ഉണ്ടാക്കി പിന്നെയും പിടിച്ചേറാൻ നോക്കുകയാണോന്ന് എനിക്ക് സംശയമുണ്ട് ആന്റി. പുറത്തു നിന്നുള്ളവര് ഈ സത്യഭാമയുടെ വീട് ഭരിക്കണ്ട. പ്രീതിയുടെ അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇവിടെ വേണമായിരുന്നടാ. ഭാര്യയുടെ സാരി തുമ്പി തൂങ്ങി ചായക്കട നടത്താൻ പോയേക്കുന്നു.
നീ ഇവിടെ വന്ന ആളാകണ്ട. ഇവക്ക് ചെയ്യാമെങ്കിൽ ഇവൾക്ക് ചെയ്യാം. നിന്റെ ഭാര്യയേക്കാൾ വിശ്വാസം എനിക്ക് സുസ്മിതയാടാ. എന്റെ ഈ പ്രീതി ഈ കടപ്പ് കടക്കാൻ തന്നെ കാരണം നിന്റെ ഈ ഭാര്യ. സിദ്ധൻ ജപിച്ചു വന്ന ആ യന്ത്രം പഞ്ചകൈലാസത്തിലെ ശിവക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്നെങ്കിൽ പ്രീതിക്ക് അപകടം ഉണ്ടാവുമായിരുന്നോ? രോഹിത്തിന് ആപത്ത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ദേ ഈ സുസ്മിത ഈ വീട്ടിൽ ഉണ്ടാവില്ലായിരുന്നു. കൊള്ള ആന്റി, ആന്റി കറക്റ്റ് റൂട്ടിലെത്തി. മരമണ്ടി. സത്യമ്മ പറഞ്ഞോക്കെ സമ്മതിച്ചു തരാൻ ഞാൻ. ഇവർ രണ്ടാളും ഇപ്പൊ ഈ വീട്ടിലുള്ളവരല്ല. പക്ഷേ പ്രീതിക്ക് അപകടമുണ്ടായപ്പോ മുതല് ഞാൻ ഈ വീട്ടിലല്ലേ താമസം. ഇപ്പോ കൈപ്പിഴ കൊണ്ടാണെങ്കിൽ പോലും നഷ്ടാവുമായിരുന്നത് എന്റെ ഭാര്യയുടെ ജീവനാ. അതുകൊണ്ട് നന്നായി മോനെ, നന്നായി. നീ ആണാണടാ അർജുൻ. ഇതിൽ കൂടുതലൊന്നും സഹിക്കാൻ ഒരു മനുഷ്യനെ കൂടി സാധിക്കില്ല സത്യാമ്മേ. ഭാമേ, ഇന്ന് നിന്റെ മകളെ ഇവള് പച്ചയ്ക്ക് കത്തിക്കാൻ ശ്രമിച്ചതേ നാളെ നീ അടക്കം ഈ കുടുംബം മുഴുവൻ ഇവള് കത്തിച്ച് ചാമ്പലാക്കും. അപ്പോഴും നീ കണ്ണടച്ചിരിക്കായിരിക്കും. ഇല്ലച്ചാ, ഇപ്പൊ സത്യാമ്മ ഇവൾക്ക് എന്ത് വേണമെങ്കിലും വിശ്വസിപ്പിക്കാം. ഒരു പക്ഷെ പ്രീതി കത്തി എറിഞ്ഞ് തീർന്നാ പോലും ഇവള് പറയുന്നത് സത്യാമ്മ വിശ്വസിക്കും. പക്ഷേ സത്യത്തിന്റെ സൂര്യനെ നുണയുടെ പഴമുറം കൊണ്ട് അധിക നാളും മറച്ചു വെക്കാനാവില്ല സുസ്മിതേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരടുക്കളക്കാരി പെണ്ണെന്നതിനപ്പുറം അവള് മറ്റെന്തൊക്കെയോ ആണെന്നൊരു തോന്നൽ എന്റെ മനസ്സിൽ വീണ് കഴിഞ്ഞിട്ടുണ്ട്. ആ തോന്നല് സത്യമാണെങ്കിൽ സഞ്ജുവിനും ദിനേശനും രാജുവിനും അവളുടെ ഭർത്താവ് ആരാണെന്ന് അറിയാം. അവളുടെ ഭർത്താവ് ആരാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾക്ക് എന്താ ഗുണം? നമ്മൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നത് അവളല്ലേ? പക്ഷെ അവൻ ഒളിവിലിരുന്ന് അവളെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിലോ? ഒരു പെൻഡ്രൈവിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതിലവളുടെ വിവാഹ വീഡിയോ തന്നെയാ. ദിനേശനെ വച്ച് അവളത് തട്ടിയെടുത്തു. അവള് മംഗലശ്ശേരി വീട്ടിൽ കയറി പിടിമുറുക്കിയെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ശ്രീകുട്ടി വീണതോടെ അമ്മുവിന്റെ പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുക. വീൽ ചെയറിന്റെ പിന്നിൽ നിന്ന് ശ്രീകുട്ടി ഇപ്പൊ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അവളാ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അവസാന ശ്രമം എന്ന പേരിൽ ഒരു അറ്റാക്കും കൂടി നടത്തണോ? അതിനുവേണ്ടി ആളെ പുറത്തുനിന്നിറക്കാം. ഗൗതം, ഇപ്പൊ അതൊന്നും വേണ്ട. എനിക്ക് വേണ്ടത് അമ്മുവിന്റെ ബാക്ക് സ്റ്റോറിയാ. അതും കൂടുതലായിട്ടൊന്നും വേണ്ട. അവളുടെ വിവാഹം മുതൽ അവൾ ഈ സിറ്റിയിൽ എത്തപ്പെട്ടത് വരെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് എനിക്ക് അറിയണം. ആരാണ് അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്? അവൻ ഈ സിറ്റിയിൽ തന്നെ ഉണ്ടോ? എങ്കിൽ എവിടെയാണ്? വീട്ടിൽ നിന്ന് പോയി 1-2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴൊക്കെ അവൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ ആയിരുന്നു എന്നാ. ഇതൊക്കെ അറിയണമെങ്കിൽ അവളുടെ നാട്ടിൽ പോണ്ടേ? പോണം. ഗൗതം തന്നെ പോയി വിവരങ്ങൾ അന്വേഷിച്ചറിയണം. എനിക്കതൊരു വാശിയാ. അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് ആരാണെന്ന് അറിഞ്ഞാൽ അവനെ നമുക്ക് പുറത്തു കൊണ്ടുവരാം. മംഗലശ്ശേരിയിൽ നിന്ന് അതോടെ നിഷ്പ്രയാസം അവളെ ഒഴിവാക്കി വിടാനും കഴിയും. അവളുടെ ഭർത്താവിനെ കണ്ടുപിടിക്കാൻ ശ്രീകുട്ടി ഒരു ഡിറ്റക്റ്റീവിന്റെ സഹായം തേടിയിട്ടുണ്ട്. മറ്റൊന്നിനുമല്ല, ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി അനിയത്തിയെ വേറെ കെട്ടിച്ചുവിടാൻ.
ഈ ഡിക്റ്റേറ്റീവിന് എന്തെങ്കിലും വിവരം കിട്ടിയതായിട്ട് അറിഞ്ഞോ? എങ്കിൽ അയാളെ നമുക്ക് കണ്ടുപിടിക്കാം. അയാൾ ഒരു ബഫൂണായിട്ടാ എനിക്ക് തോന്നിയത്. കണ്ടാൽ തന്നെ അറിയാം ഒരു കോമാളിയാണെന്ന്. അമ്മ ശ്രീകുട്ടിയുടെ ഫോണിൽ നിന്ന് അയാളുടെ നമ്പർ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അവിടുന്ന് എന്തൊക്കെയോ അറിഞ്ഞ് കാശിനു വേണ്ടി വീട്ടിൽ കയറി ഇറങ്ങുക അയാള്. അമ്മുവിന് വേണ്ടി അയാളെ ഹാൻഡിൽ ചെയ്യുന്നത് സഞ്ജുവും ദിനേശനുമാ. അവളുടെ ഭർത്താവ് ആരാണെന്ന് ശ്രീകുട്ടി അറിയാൻ പാടില്ലെന്ന് സഞ്ജു കരുതുന്നുണ്ടെങ്കിൽ അതിലെന്തോ നിഗൂഢതയുണ്ട്. അവളെ സംരക്ഷിക്കേണ്ട എന്ത് കാര്യമോ സഞ്ജുവിനുള്ളത്? കറക്റ്റ്. ഞാനും അത് തന്നെ ചിന്തിച്ചത്. നമുക്ക് നമ്മുടേതായ രീതിയിൽ അന്വേഷിച്ച് കണ്ടെത്തണം. ഊഹാപോഹങ്ങളൊന്നും അല്ല എനിക്ക് വേണ്ടത്. അവളുടെ നാട്ടിലേക്ക് ഞാൻ ഇപ്പൊ തന്നെ പോവാം. അത് തന്നെയാ നല്ലത്. പെരുവണ്ണപുരത്ത് ചെന്ന് തച്ചിലെടുത്ത് വീട് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും. ലച്ചു എന്ന പേരില അവൾ അവിടെ അറിയപ്പെടുന്നത്. പിന്നെ ഗൗതം വരുന്നത് അവനിലേക്ക് എത്താനുള്ള തെളിവുമായിട്ടായിരിക്കണം. അത് നീ എനിക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ശ്രീകുട്ടിയുടെ മുന്നിൽ അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ അജ്ഞാതനാരെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. അവനെ ഒളിപ്പിക്കാൻ ശ്രമിച്ച സഞ്ജുവിന്റെ പങ്കും തുറന്നു കാണിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മനസ്സിനൊരു ധൈര്യമാണ് മോളെ ആദ്യം വേണ്ടത്. എനിക്ക് നടക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള ചിന്തയൊന്നും മോളുടെ മനസ്സിൽ വരരുത്. മുത്തശ്ശൻ പറഞ്ഞതൊക്കെ എന്റെ മനസ്സിലുള്ളതുകൊണ്ടല്ലേ ഔട്ടിങ്ങിന് പോകാമോന്ന് സഞ്ജു എന്നോട് ചോദിച്ചപ്പോ ഞാൻ സമ്മതം പറഞ്ഞത്. എന്നാ പോയാലോ? അല്ല, നിങ്ങൾ എങ്ങോട്ടാ പോകുന്ന സഞ്ജു? പാർക്കിലോ ബീച്ചിലോ? അങ്ങനൊന്നും തീരുമാനിച്ചിട്ടില്ല അപ്പച്ചി. സ്വാധീനം കൊണ്ടൊന്ന് പുറത്തു പോവാ, അത്രേ മനസ്സിലുള്ളൂ. അല്ല, വീൽ ചെയർ യൂസ് ചെയ്യണമെങ്കിൽ അമ്മു മാത്രം മതിയോ? കൂടെ ആരെങ്കിലും വേണ്ടേ? ഹേയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. സഞ്ജനെ വിളിക്കേണ്ടതായിരുന്നു, ഞാനത് ഓർത്തില്ല. അവളെ ഇപ്പൊ ഇങ്ങോട്ട് കാണാറേയില്ല. അവള് വന്നു കഴിഞ്ഞാൽ എന്റെ ബോറടി മാറും. അവളുടെ കൂട്ട് ആദ്യമൊന്നും ശ്രീകുട്ടിക്ക് ഇഷ്ടമായിരുന്നില്ലല്ലോ. ഇപ്പെന്താ അവളോടൊരു ഇഷ്ടം തോന്നാൻ? അവൾക്ക് കുസൃതി ഇത്തിരി കൂടുതലാ. അതാ ഞാൻ ആദ്യം കുറച്ച് അകലം പാലിച്ചത്. പക്ഷെ നല്ലൊരു മനസ്സ് സഞ്ജനയ്ക്കുണ്ട്. ഇല്ലെങ്കിൽ എന്റെ ബർത്ത്ഡേക്ക് രാത്രി വരേണ്ട എന്തെങ്കിലും കാര്യം അവൾക്കുണ്ടോ? അത് കഴിഞ്ഞ അവള് വന്നില്ലേ? അത് മോള് പറഞ്ഞത് സത്യമാ. ഇപ്പോഴും അവള് മോളെ കാണാൻ വരുന്നുണ്ട്. വരിക മാത്രല്ല, മടി പിടിച്ചിരുന്നാലും പുറത്തു കൊണ്ടുപോയി മോളെ സന്തോഷിപ്പിക്കാറുമുണ്ട്. അമ്മയ്ക്ക് സഞ്ജന ഇഷ്ടമല്ലേ? അവളെ ഇഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലല്ലോ. അമ്മ അവളെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അവള് നല്ലൊരു കുട്ടി ആയതുകൊണ്ട് തന്നെയാ. അല്ല, എന്തിനാ സഞ്ജന എപ്പോഴും നാട്ടിൽ തന്നെ നിൽക്കുന്നെ? അവൾക്ക് ഈ നാട് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണത്രേ. അവള് അബ്രോഡ് പോകാൻ എന്തൊക്കെയോ പ്ലാനിങ്ങില്ല. അതിവിടെ വെച്ചാകാന്ന് കരുതി പോകാതെ നിക്കുവാ. അല്ല, ഇവിടെ അവൾക്ക് റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ? മോളൊന്നും ചോദിച്ചില്ലേ? ഞാൻ അവളോടത് ചോദിച്ചതാ, ഉണ്ടെന്നാ പറഞ്ഞ. ആരെന്ന് ചോദിച്ചപ്പോ നിങ്ങളൊക്കെ തന്നെയാന്നാ മറുപടി പറഞ്ഞു. ആ, ഒരു കോടീശ്വരന്റെ പുത്രിയെ. പക്ഷെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുകയില്ല. ഇളയമ്മ അവളെ കാര്യമായിട്ട് പരിഗണിച്ചോ? അറിയാലോ, മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ 25% ഷെയർ അവളുടെ കയ്യില്. അതുകൊണ്ടല്ലേ അവളോട് ആരും ഇഷ്ടക്കേട് കാണിക്കാത്തത്. അല്ലെങ്കിൽ കാണിച്ചേനെന്നല്ലേ ചെറിയ സൂചിപ്പിച്ചത്. എന്തോ എനിക്ക് അവളുടെ ഇടിച്ചു കയറ്റാൻ ഒട്ടും തന്നെ ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ല. ദിനേശന് പറഞ്ഞത് ശരിയല്ലേ അമ്മു? ചേച്ചിയുടെ സ്വഭാവം അങ്ങനെയല്ലേ, എല്ലാവരെയും കണ്ണടച്ചങ്ങ് വിശ്വസിച്ചു കളയും. നിന്നെയും കണ്ണടച്ച് വിശ്വസിച്ചവളല്ലേ അമ്മു ഞാൻ. അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ എന്റെ കൂടെ കൂട്ടിയത്. ആ, അത് അവളോട് മാത്രമല്ലേ ആകാവൂ, മറ്റാരോടും പാടില്ലല്ലോ.
പിന്നെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കണ്ട മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ ഡ്രൈവറെ വിളിക്കാം. പാർവതിയും കൊണ്ട് തിരിച്ചു വരാൻ പറ. ഇന്ന് വിളിക്കാം. സ്വന്തം വീട്ടിലേക്കായിരുന്നു അവളെ പറഞ്ഞയച്ചതെങ്കിൽ എനിക്കും അച്ഛനും ചെറിയമ്മയ്ക്കും ഒക്കെ ഇങ്ങനെ വിഷമം ഉണ്ടാവുമായിരുന്നോ? പാർവതിയെ കൊണ്ടുപോയത് പോലീസല്ലേ? പോലീസോ? ആ കാഴ്ച തന്നെ വീണ്ടും വീണ്ടും എന്റെ മനക്കണ്ണിൽ കാണിച്ചു തരാണല്ലോ എന്റെ ഉദയന്നൂരമ്മ. വിശാൽ സാർ ഇങ്ങോട്ട് വരുമെന്ന് തന്നെയാ അതിന്റെ അർത്ഥം. വിശാൽ സാറിന് ഈ വിവരം അറിയിക്കാൻ എന്താ ഒരു വഴി? കൈവക്കടാ. എന്റെ കയ്യിലൊന്നുമില്ല സാറേ. സാറേ, സാറുമാരെ, വലിയ സാറേ, സാറുമാരെ, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്ക്. ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്ക്. ഇനിയുണ്ടാവും. ശരിക്കും പരിശോധിക്കാം. പറഞ്ഞ മനസ്സിലാവില്ലേ നിനക്ക്? കേറിയാത്ത അരവിന്ദൻ സാറിനെ വിളിച്ച് പറഞ്ഞാലും മതി. ഇങ്ങോട്ട് വരരുതെന്ന് വിശാൽ സാറിനോട് അരവിന്ദൻ സാർ പറഞ്ഞോളും. സാറേ, എന്താടി? ഞാനൊന്ന് ഇറങ്ങ്. എന്തേ കാണിക്കല്ലേ? മാറ. അയ്യോ, വിശാൽ സാറിനോട് നിനക്ക് എന്തിനാ വിരോധം? പറയടാ, പറയടാ. വിശാൽ സാർ നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? പറയടാ. പിടിച്ചുകൊണ്ടുപോയി സെല്ലടക്കേ. പറയാൻ പറ. എടി വാടി ഇങ്ങോട്ട്. ഇവിടെ വരടാ. വലിയ സാറേ, എന്നെ അല്ല പൂട്ടിയിടേണ്ടത്. ഇയാളെയോ? വിശാൽ സാർ വന്നാ ഇയാള് വെടിവെക്കും. ഇയാളെ പൂട്ടിയിട് സാറേ. പിടിച്ചുകൊണ്ടുപോയി സെല്ലടക്കേ. എന്റെ വിശാൽ സാറിനെ വെടിവെക്കും. അവിടെ കിടക്ക്. വാടി ഇങ്ങോട്ട്. സാറേ, എന്റെ കയ്യിൽ വേറൊന്നുമില്ല. വലിയ സാറേ, സാറേ, ഞാൻ പറയുന്നത് മനസ്സിലാക്കും സാറേ. ഇല്ല സാറേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മിഷൻ വന്ദന സൂപ്പർ വിജയം. തുടക്കം മുതൽ ഈ നിമിഷം വരെ നമ്മൾ വിജയിച്ചു. ശ്യാമയെങ്കിലും എനിക്ക് തോന്നുന്നത് 2 ആഴ്ചക്കുള്ളിൽ അടിച്ചു പിരിയും. കുറച്ചു നേരത്തെ അവിടെ രണ്ടുപേരും കൂടി ഒരിഞ്ഞാടിയും ബഹളമായിരുന്നു. അഖില അടുത്ത് ചെല്ലാൻ തുടങ്ങിയപ്പോഴേ ആ
അഖിൽ സർ ദേഹത്ത് തൊടലേന്ന് ഷൗട്ടിംഗ് ആയിരുന്നു. എങ്ങനെ ഷൗട്ട് ചെയ്ത് ഒന്നുകൂടെ അഭിനയിച്ച് കാണിച്ചേ. അഖിൽ സർ ദേഹത്ത് തൊടലേ. പല വണ്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലൊരു ഭൂലോക വണ്ടിയെ ഞാൻ ആദ്യമായിട്ടാ പരിചയപ്പെടുന്നത്. അവളുടെ സ്വഭാവം അങ്ങനെയാ. ലോകത്തുള്ള ബാക്കി എല്ലാരും അവളെ പോലെയാണെന്നാ അവളുടെ വിചാരം. എല്ലാവരും അവളെ പോലെ സത്യം, ന്യായം, നീതി, ഭക്തി അങ്ങനെ അങ്ങ് പോകുന്നവരാണെന്ന്. ഞാൻ അന്ന് അവളുടെ ഫോട്ടോ കണ്ടപ്പോഴേ പറഞ്ഞതല്ലേ അവൾ ഒരു നിഷ്കളങ്കയാണെന്ന്. അവളുടെ സ്ഥാനത്ത് ഞാനിങ്ങനായിരുന്നെങ്കിലേ ആദ്യ ദിവസം തന്നെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുമായിരുന്നു. അവൾ ഇനി അഥവാ അറിയുകയാണെങ്കിൽ തന്നെ അതിനിടയ്ക്ക് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിട്ടുണ്ടാവും. അവൾ ഇപ്പൊ തന്നെ അഖിലിനെ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞു. അഖിൽ ഇനി തിളച്ചെണ്ണയില് കൈമുക്കി സത്യം ചെയ്താലും അവൾ വിശ്വസിക്കില്ല. കാണിച്ചു തരാം ഞാൻ. എന്നോടാ കളി. അങ്ങനെ മിഷൻ സക്സസ്. അവരെന്നെ പറ്റിച്ചതില് എനിക്ക് വിഷമമൊന്നുമില്ല എന്റെ കണ്ണ. കാരണം എന്റെ അഖിൽ സാറ് നിഷ്കളങ്കനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞല്ലോ. മതി. ഒക്കെ വന്ദനയുടെ ഐശ്വര്യയുടെ നാടകമാണെന്ന് ഞാൻ നേരിട്ടറിഞ്ഞു. പാവം എന്റെ അഖിൽ സാർ. ഞാൻ ചില സമയങ്ങളിൽ കുറച്ചൊക്കെ തെറ്റിദ്ധരിച്ചു പോയി. എല്ലാ സംശയം ഇന്ന് മാറി കണ്ണ. പേടിക്കണ്ട, നിന്റെ അഖിൽ സാർ നിന്നെ ഒരിക്കലും ചതിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്യാമ ഒരു തീരുമാനം എടുത്തു. തനിയെ പഠിക്കാൻ പോവാന്ന്. ശ്യാമ തന്നെയാ ശ്യാമയുടെ ടീച്ചർ. ഇത്രയും കാലം എന്റെ ഭാര്യയ്ക്ക് ഒരു കുറവുണ്ടായിരുന്നു, ആത്മവിശ്വാസത്തിന്റെ കുറവ്. ആ കുറവ് നീ പരിഹരിച്ചു. അതിനെ എനിക്ക് നിന്നോട് നന്ദിയുണ്ട്. നീ വന്നത് മുതൽ എനിക്ക് ചെറിയ സംശയം തുടങ്ങിയതാ. പക്ഷേ നിന്റെ താളത്തിനൊത്ത് ഞാൻ നിന്നു. എന്തിനാന്നറിയൂ? കുറച്ചു നേരത്തെ ശ്യാമ എന്റെ അടുത്ത് പറഞ്ഞ ആ വാക്ക് കേൾക്കാനായിട്ട്. അഖിൽ സാറേ, ഞാൻ സ്വന്തമായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാമെന്ന വാക്ക്, ആ വാക്ക് കേൾക്കാനാ നിന്നെ നിന്റെ വഴിക്ക് വിട്ടത്. ഞാൻ ഉദ്ദേശിച്ചത് നടന്നു. ഇതെന്തെന്നറിയോ? ഞാൻ കെട്ടിയ താലിയ. ഞാൻ നിന്നോട് ഇതേക്കുറിച്ച് പറഞ്ഞതായിരുന്നു. താലി ഭാര്യയുടെ അഭിമാനത്തെക്കാളും ഭർത്താവിന്റെ അഭിമാന. ഇത് ഈ കഴുത്തിലുള്ളിടത്തോളം കാലം ലോകത്തൊരാളുടെ മുമ്പിലും തോറ്റുകൊടുക്കാൻ എന്റെ ശ്യാമം ഞാൻ വിട്ടുകൊടുക്കില്ല. ഇവളുടെ സൗന്ദര്യത്തെക്കുറിച്ചും നിറത്തെക്കുറിച്ചുമൊക്കെ പരോക്ഷമായി കളിയാക്കുകയുണ്ടായി. ഈ പാവ അതിലങ്ങ് വേവലാതിപ്പെട്ടു. എന്നെപ്പോലൊരു ഭർത്താവിനെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും നല്ല നിറം സ്വന്തം ഭാര്യയുടെ നിറവാ. ലോകത്തിലെ ഏറ്റവും നല്ല ശരീരം സ്വന്തം ഭാര്യയുടെ ശരീരം. ഇവളുടെ തലമുടി നരച്ചാലും, തൊലി ചുളുങ്ങിയാലും, പല്ല് പൊഴിഞ്ഞാലും, ശരീരം വികൃതമായാലും എന്നെ സംബന്ധിച്ച് ഭൂമിയിലെ ഏറ്റവും വലിയ സുന്ദരി എന്റെ ഭാര്യ തന്നെയാണ്. എനിക്കുറപ്പുണ്ട് നിന്നെ ഇങ്ങോട്ട് വരുത്തിയത് ശ്യാമയുടെ ഈ ദേവനാ.
നേരത്തെ പറഞ്ഞില്ലേ ശ്യാമയുടെ ആത്മവിശ്വാസക്കുറവ് അത് തീർക്കാൻ നിന്നെ വരുത്തിയത് ഈ ദേവൻ തന്നെയാ. ഇത് ശ്യാമയുടെ ദേവനാ. ശ്യാമയ്ക്ക് സംരക്ഷണം കൊടുത്ത് സദാ കൂടെയുണ്ട്. നന്മ ചെയ്യുന്നവർക്ക് വാരിക്കോരി അനുഗ്രഹം കൊടുക്കും, തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യും. ശ്യാമയെ ദ്രോഹിച്ച നിനക്ക് ആരൊക്കെ മാപ്പ് തന്നാലും ഈ ദൈവം മാപ്പ് തരുമെന്ന് കരുതണ്ട. നിന്നെക്കുറിച്ച് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. അച്ഛനും അമ്മയും 3 മക്കളും, നീ ഇളയവൾ. അന്നത്തെ കോളേജ് പഠനം കഴിഞ്ഞ് നീ വഴിതിരിഞ്ഞു പോയി, കൂട്ടുകെട്ടുകൾ മാറി. അക്കാദമിയിൽ അധ്യാപികയാണെങ്കിലും ഇതുപോലുള്ള കൊട്ടേഷനാണ് നിനക്ക് പ്രധാനം. നീ പറ്റിക്കുകയും ചതിക്കുകയും ചെയ്യുന്നത് ആരാന്നറിയാവോ? നിന്റെ മനസാക്ഷിയാ. മനസാക്ഷിയുടെ ചോദ്യങ്ങളിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഓ, പോയി അടുത്താരെങ്കിലും അന്വേഷിച്ച് ചതിക്കാൻ നോക്ക്. ശ്യാമേ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് വേണ്ട ശ്യാമേ, മാപ്പ്. എന്നോട് ക്ഷമിക്കണം. ഈ കണ്ണീര് കണ്ടപ്പോഴേ എന്റെ വിഷമമൊക്കെ മാറി. നന്നായിട്ട് ജീവിക്ക്, അതേ എനിക്ക് പറയാനുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.